നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മിണ്ടി പോരുത്. ഇതേ നിന്റെ അമ്മായിയുടെ വീടൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാ. വേണ്ട സാറേ, തല്ലല്ലേ. സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ആളാ. ഇവനൊക്കെ ഇവിടെന്താ കാര്യം? ഇവനെ പിടിച്ചാകത്തട. വേണ്ട സാർ, ആ പാവത്തിന് വെറുതെ വിട്ടേക്ക്. ഇവിടെ കിടന്ന് കുണിങ്ങിയ നിന്നെയും പിടിച്ച് ലോക്കപ്പിലിടും, മനസ്സിലായോ? അല്ലേ സർ, ഇയാളെ കൂടെ എടുത്ത് ലോക്കപ്പിലിട. ശരി സർ. വേണ്ടി വന്നാൽ തെളിയാതെ കിടക്കുന്ന കേസുകളെല്ലാം എടുത്ത് ഇവന്റെ തലയിലിടാം. വാങ്ങിച്ച പൈസയോടുള്ള നിയമം നടപ്പിലാക്കി കഴിഞ്ഞു സർ. നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ കുട്ടി അവരുടെ കൂടെ വിടുകയും ചെയ്തു. ഇനിയെങ്കിലും അച്ഛനും അമ്മയും പാവത്തിനെ ഒന്ന് തുറന്നു വിട്ടൂടെ? പിന്നെന്താ, വിട്ടേക്കാം. പക്ഷെ ഇനി ഒരിക്കലും രാഖിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കില്ലെന്നും ദിയ എന്ന കുട്ടിയുടെ മേൽ വന്ദനയ്ക്ക് ഒരു അവകാശവും ഇല്ലെന്നും എഴുതി ഒപ്പിട്ട് തരണം. ഒപ്പിടാ സർ. ഒപ്പിടിക്ക്. ഇതിലെഴുത. ഇതാ ഇവിടെ. സൈനും കൂടെ ചെയ്യണേ. ആ സാറിന്റെ കൊടുത്തേക്ക്. സർ, അവരെ ഒന്ന് തുറന്നു വിടണം പ്ലീസ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഞാൻ വരുന്നവരെ ഇവരോട് കിടക്കട്ടെ. സാർ സർ, മോളെ, എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കൊണ്ടൊന്ന് ജാമ്യം എടുക്കണം. ഇല്ലെങ്കിൽ ഇയാൾ ചതിക്കും. പോലീസിലെ ക്രിമിനലായി ഇയാൾ, സൂക്ഷിക്കണം. എനിക്ക് വക്കീലന്മാരെയൊന്നും പരിചയമില്ല സർ. എങ്കിൽ പോയി ജാമ്യം നിൽക്കാൻ ഒരാളെ കൊണ്ടുപോവാ. കുട്ടി പോയിക്കോ. SIയോട് ഞാൻ പറഞ്ഞോളാം. മോളെ, ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ ചെയ്യും. പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. അതെ മോളെ, മനോജിനോട് പ്രകാശനോടും കാര്യം പറഞ്ഞ അവരെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തും. മോളെ പെട്ടെന്ന് ചെല്ല്. സർ, എന്ന് ഞാൻ പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ശരി മോളെ. സാരമില്ലടാ. ചേട്ടൻ പറഞ്ഞതല്ല ശരിയാ. ഇങ്ങനൊക്കെ സംഭവിച്ചു പോയില്ലേ? പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയുമാ. അവരെന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മറന്ന് അവരെ രക്ഷിക്കേണ്ട ചുമതല ചേട്ടനില്ലേ? നമുക്കൊരു മോനുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ എല്ലാം ഫലം അവനും കൂടി അനുഭവിക്കേണ്ടത്. അത് ഒഴിവാക്കാനെങ്കിലും
ദൈവത്തിന് നിരക്കുന്ന ഒരു നല്ല കാര്യങ്ങളും ചെയ്. ഉപദേശമൊക്കെ കൊള്ളാം, പക്ഷെ സുയിത്രേ, പ്രശ്നമുണ്ടാക്കി വെച്ചവർക്കാണ് അത് സോൾവ് ചെയ്യാനുള്ള ബാധ്യതയുമുള്ളത്. വന്ദനയുടെ തോന്നിവാസത്തിന് അച്ഛനും അമ്മയും കൂട്ടുനിന്നപ്പോ അവര് 3 പേരുമാണ് പ്രശ്നക്കാര്. തലയൂരാനുള്ള മാർഗം അവര് തന്നെ കണ്ടെത്തട്ടെ. ഞാനിപ്പോ ആരെയും ജാമ്യത്തിൽ ഇറക്കാനുള്ള അവസ്ഥയിലൊന്നുമല്ല. ജാമ്യം കിട്ടിയോ? എന്നിട്ട് മറ്റുള്ളവരൊക്കെ എവിടെ? ഓ, മനസ്സിലായി. വന്ദനയ്ക്ക് കിട്ടിയത് കരഞ്ഞോണ്ട് ഓടി വരുന്ന ജാമ്യം, അച്ഛനും അമ്മയ്ക്കും കിട്ടിയത് പതുക്കെ നടന്നു വരുന്ന ജാമ്യം അല്ലേ? അച്ഛനും അമ്മയും മിനുവാട്ടനും ഒക്കെ എവിടെ? ദിയമോളോ? ദിയമോള് പോയി. ദിയമോള് പോയെന്നോ? എവിടെ പോയി? ആ ഇൻസ്പെക്ടർ ദിയമോളെ ബലമായി പിടിച്ചെടുത്ത് രാഗിയെ ഏൽപ്പിച്ചു. അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്തായി, ആശ്വാസമായി. അച്ഛനും അമ്മയും ബിനുവേട്ടനൊക്കെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ആൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പോലീസ് പറഞ്ഞു. ഉടനെ പോണം. ചേട്ടൻ ഉടനെ പോയി അവര് ജാമ്യത്തിൽ ഇറക്കണം. എങ്ങനെ അവരുടെ മുമ്പിൽ മുഖം രക്ഷിക്കുക? ഇനി ഒരു പക്ഷെ അച്ഛനെ വിളിച്ച് കിട്ടിയാലും അച്ഛൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വിളിച്ചോ? ഉടനെ വേണ്ടത് ചെയ്യാന്ന് അച്ഛൻ സമ്മതിച്ചിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.